കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ നാമത്തിനും മേലായ നാമത്തിന് സ്തോത്രം ചെയ്യാം. ആ നാമത്തിൻ്റെ മുമ്പാകെ സകല മുഴങ്കാലും മടങ്ങും. ഇന്ന് പകലും അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് വാഴ്ത്തുകൾ അർപ്പിക്കാം. ഹോവയായ ദൈവം സൂര്യനാണ്, പരിചയമാണ്. ഒരു ഇരുളിനും അവിടെ നിൽക്കാൻ പറ്റില്ല. ഉദിക്കുന്ന ഒരു സൂര്യൻ നമുക്ക് വേണ്ടി ഇപ്പോഴും ഉണ്ട്, ഉദിച്ചുകൊണ്ടിരിക്കും. പരിചയമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഒരു ശക്തിയെ നമ്മൾ പേടിക്കണ്ട. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അത്യുന്നതൻ്റെ മറവിൽ വസിക്കാൻ, സർവശക്തൻ്റെ നിഴൽക്കീഴിൽ പാർക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും ഭയപ്പെടണ്ട. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവനോട് പറ്റിയിരുന്നാൽ കർത്താവരെ വിടുവിക്കും, അവരെ പരിപാലിക്കും, സൂക്ഷിക്കും. ദുഷ്ടൻ്റെ ഇടകപ്പെടാതെ വെള്ളം സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു, ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു. ആ ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം. തൻ്റെ ജനം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവർക്ക് എന്തിനെങ്കിലും കുറവന്നോ? മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നില്ല. അതുവരെ കാണാത്ത ശ്രേഷ്ഠ ഭോജനം കൊണ്ട് ദൈവം അവർക്ക് തൃപ്തി വരുത്തിയില്ലേ സഹോദരങ്ങളെ? മരുഭൂമിയാണെന്ന് വെച്ച് ദൈവം മാറിപ്പോയോ? ശാന്തമായിട്ട് ചിന്തിക്കണം. അവിടെ വെള്ളം എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിച്ചപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചില്ലേ? അത്ഭുതങ്ങൾ സംഭവിച്ചില്ലേ? ദൈവപ്രവൃത്തി വന്നില്ലേ? നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്യാമോ? നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിൻ്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. നിങ്ങളത് വിശ്വസിക്കുക. ആ ചെവി മന്ദമായി പോയിട്ടില്ല. കാണുന്നൊരുവൻ അകറെ നിന്നെ കാണുന്നൊരുവനുണ്ട്. അബ്രഹാം നിനക്ക് ഒത്തിരി ദൂരെയാണ്. അബ്രഹാമിനായി മരുഭൂമിയിൽ വന്ന് നിന്നെ കാണാൻ പറ്റില്ല. കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം തീർന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യമായുള്ള കരുതലുകൾ കുറേ മിനിറ്റ് കഴിയുമ്പോൾ തീരുമ്പോൾ ഇന്നും തീരാത്ത ചില കരുതലുകൾ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവിടുന്ന് തുറന്നാൽ മരുഭൂമിയിലും തുറക്കും ഉറവ. കേട്ടോ, നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിനക്ക് വേണ്ടി തുറക്കുന്ന ശ്രേഷ്ഠമായ ചില ഉറവയുണ്ടെന്ന് തൻ്റെ ജനം വ്യക്തമായി മനസ്സിലാക്കണം. ആരും തുറക്കാത്ത ഇടത്ത് തുറക്കുന്ന, ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്തിടത്ത് ഇറങ്ങി വരുന്ന സർവശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആഴങ്ങൾ കണ്ട് ആരും ഭയപ്പെടരുത്. ആ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന നിനക്ക് സമാധാനം എന്ന് പറയുന്ന ദൈവശബ്ദം സഹോദര സഹോദരി കുഞ്ഞെ വെളിപ്പെടുന്ന പകൽക്കാലമാണ്. ധൈര്യത്തോടെ പറ, ഞാനായിരിക്കുന്നത് കൃപയാൽ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വലുപ്പം എത്രയോ ശ്രേഷ്ഠമാണ്. തിരിഞ്ഞു നിന്നിട്ട് പറ, നന്മയല്ലാതെ അവിടുന്ന് ഒന്നും ചെയ്തിട്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയാൻ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയാൻ നമുക്ക് വീണ്ടും ഇടയാകും. ഇത്രത്തോളം സഹായിച്ചവൻ നാളെയും സഹായിക്കില്ലേ? മേലാലും സഹായിപ്പില്ലേ? അവിടുത്തെ വല്ലഭത്വം,
വെളിപ്പെട്ടു വരില്ലേ? ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കില്ലേ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മോട് കൂടെ ഇന്നുമുണ്ട്. മറക്കാത്ത ദൈവം, കരത്തിൽ പിടിക്കുന്ന ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുന്നു. സിയോൻ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവിടുന്ന് ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുവരും. അപ്പോൾ ഈ കഷ്ടതയിലൂടെ, വേദനയിലൂടെ, സങ്കടത്തിലൂടെ പോകുമ്പോൾ എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് അറിയത്തില്ല. ശരിയായൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ കുഴങ്ങുന്ന സമയമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അതാണ്. ഇനിയും ഒരു സ്റ്റെപ്പ് എടുത്താൽ പരാജയപ്പെടുമോ? അത് വിജയിക്കാൻ സാധ്യതയുണ്ടോ? അടുത്ത കെണിയിലേക്ക് വീണ്ടും ചെന്ന് ചാടുമോ? പരിഹരിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മളെ അലട്ടാറും. അത് കഷ്ടതയുടെ തീച്ചൂളയിലാണ്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവം അഡ്വാൻസ് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. കരഞ്ഞവന് ഒരു മറുപടിയുണ്ട്, കരയുന്നവനൊരു ഉത്തരമുണ്ട്. പാദപീഠത്തിങ്കൽ നമിക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മുടെ കുറിവാക്യത്തിൻ്റെ പ്രസക്തി ദൈവാത്മാവ് നൽകിയ ആഴമായൊരു വെളിപ്പാട്. ഈ കഷ്ടതയിലിരിക്കുന്ന ജനം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ടേണിംഗ് പോയിന്റിൽ ഒരു ദൈവശബ്ദം, വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ, എങ്ങനെ പോകണം എന്ന് ചിന്തിച്ച് തിരിയാൻ പോകുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, മകനെ മകളെ ഇതാ ഇതിലെ പോ. ചില ഡിസിഷൻ എടുക്കാൻ നീ ചിന്തിക്കുന്ന സമയത്ത് ശരിയായ പാതയിലൂടെ കൊണ്ടുവരാൻ നിന്റെ തലമുറയുടെ വിഷയത്തിൽ ആ ഡിസിഷനാകട്ടെ, ഫാമിലിയുടെ വിഷയമാകട്ടെ, ദൈവസഭകളുടെ വിഷയമാകട്ടെ, നീ ചെയ്യേണ്ട ചില വിഷയങ്ങളുടെ തീരുമാനമാകട്ടെ, അങ്ങനെ ടേണിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ, തിരിയാൻ സമയമാകുമ്പോൾ അവിടെ ഒരു ശബ്ദം ഇന്ന് പകൽ മുഴങ്ങുകയാ. വഴി ഇതാകുന്നു, ഇതിലേ പോയിക്കൊള്ളുക. ശരിയായ വഴി ഇതാണ്, ശരിയായ തീരുമാനം ഇതാണ്. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ചില വിഷയത്തിൽ ഡിസിഷൻ എടുക്കാൻ കഴിയാതെ കുഴങ്ങിയും വേദനിച്ചും സങ്കടപ്പെട്ടും തളർന്നുമിരിക്കുന്ന ചിലരോട് വചനത്തിന് പറയാനുള്ളത് വ്യക്തമായി സംസാരിക്കുന്നു. ഇതാ വഴി, ഇതിലെ പോയിക്കൊള്ളുക. ഈ തീരുമാനമെടുക്കോ, ഈ സ്റ്റെപ്പ് എടുക്കോ, അവിടേക്ക് മാത്രം മൂവ് ചെയ്യോ. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്റ്റെപ്പ് എടുക്കരുത്. അതിനതീതമായി ദൈവ ശബ്ദത്തിന് സ്റ്റെപ്പ് എടുക്കോ. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് മുമ്പാകെ സമർപ്പിക്കോ. ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, ശരിയായ റൂട്ടിലെത്തിക്കും. കുഴഞ്ഞു പോയ ചിലരോട്, വഴി അടഞ്ഞു പോയ ചിലരോട്, കഷ്ടതയുടെ തീച്ചൂളയിൽ കിടന്ന് നട്ടം തിരിയുന്നു എന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനോ ഇല്ല. ശരിയായ ഒരു ശബ്ദം ഉയരത്തിലെ ശബ്ദമാ. നീ ടേൺ ചെയ്യുമ്പോൾ, തിരിയുമ്പോൾ ഇഷ്ടമുള്ളിടത്തേക്കല്ല തിരിയേണ്ടതാണ്.
വിളിച്ചു പറ, കർത്താവേ, ആ ശബ്ദം എൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് കേൾപ്പിക്കണമേ. എൻ്റെ തലമുറയുടെ വിഷയത്തിലൊന്ന് കേൾപ്പിക്കണമേ. എൻ്റെ ആലയത്തിനകത്ത് ഒന്ന് കേൾപ്പിക്കണമേ. ഞാൻ ഇനി തുടങ്ങാൻ പോകുന്ന വിഷയത്തിൽ അത് കേൾപ്പിക്കണമേ. ഞാൻ ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ അത് കേൾപ്പിക്കണമേ. ഞാൻ ഇടപെടേണ്ട വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം, ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കണമേ. പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവത്തിനോട് സംസാരിക്കാൻ പോകുക. യേസ്, ഇതാകുന്നു വഴി, ഇതിലെ പോകുക എന്ന ശബ്ദം ഇന്ന് പകൽ ശ്രേഷ്ഠമാണ്. ആ ശബ്ദം കുറവ് തീർന്ന ആ വഴിയിലൂടെ നടത്തുന്ന ശബ്ദം, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ആ ശബ്ദം, പരാജയത്തെ മാറ്റുന്ന ആ ശബ്ദം, നിങ്ങളെ ആത്മാവിൽ ശക്തീകരിച്ച് വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ശബ്ദം, നിരാശയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ആ ദൈവശബ്ദം, ദ നെയിം ഓഫ് ജീസസ് ഇപ്പോൾ തന്നെ വെളിപ്പെടുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പല ഡിസിഷൻ എടുക്കാൻ കഴിയാതെ അറച്ചു നിൽക്കുന്ന, പകച്ചു നിൽക്കുന്ന, സംശയിച്ചു നിൽക്കുന്ന, ഇനി ഞാൻ പരാജയത്തിലേക്ക് ചാടുമോ, ഇതിന്ന് എങ്ങനെ കയറും, അടുത്തത് എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്നറിയാതെ നിൽക്കുന്ന ചിലരോട് ഇതാ വഴിയെന്ന് കേൾപ്പിക്കുന്ന ദൈവശബ്ദം വചനത്തിലൂടെ വെളിപ്പെടുന്നതിന് സ്തോത്രം. നിങ്ങളുടെ ആത്മാവ് ഇടപെട്ട ശരിയായ ചില ഡിസിഷനിലേക്ക് അവിടുത്തെ മക്കളെ, തലമുറകളെ, ദൈവസഭകളെ, അഭിഷക്തന്മാരെ കർത്താവ് നയിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം വഹിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്ന സമയത്ത് പറയുന്നൊരു ശബ്ദം, ഇതാകുന്നു വഴി, ഇതിലേക്കൊള്ളുക. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസിപ്പിച്ചു.